ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായി ബി.ജെ.പി. പുറത്തിറക്കിയ ഒരു പരസ്യചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ പരിഹാസവും ട്രോളുകളും വാരിക്കൂട്ടുകയാണ്. യുദ്ധം അവസാനിപ്പിച്ചത് മോദിയാണ് അച്ഛ എന്ന അർത്ഥത്തിൽ വാർ റുക്വ ദി പാപ്പ എന്ന പേരിലാണ് സോഷ്യൽ മീഡിയയിൽ മീമുകളും ട്രോളുകളും നിറയുന്നത്. ഇതിനിടെ പരിഹാസങ്ങൾ കാരണം പരസ്യത്തിൽ അഭിനയിച്ച നടിക്ക് പുറത്തിറങ്ങാനാവാത്ത സ്ഥിതിയാണെന്ന് അവകാശപ്പെട്ട് സോഷ്യൽ മീഡിയ യൂസർ രംഗത്തെത്തിയിരിക്കുകയാണ്. എക്സിൽ 31,000-ഓളം ഫോളോവർമാരുള്ള റോഷൻ റായി ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. തനിക്ക് വ്യക്തിപരമായി അറിയാവുന്നയാളാണ് ഈ പെൺകുട്ടി എന്ന് റോഷൻ അവകാശപ്പെടുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനാവാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ അവൾ. തന്നെ വെച്ചുള്ള മീമുകൾ കാരണം തകർന്നിരിക്കുകയാണ്. ആ പരസ്യത്തിൻ്റെ ഭാഗമായതിൽ ഇപ്പോൾ അവൾ ഖേദിക്കുകയാണെന്നും റോഷൻ എക്സ് പോസ്റ്റിൽ പറഞ്ഞു. കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന നടിയാണ് അവൾ. ആ സമയത്താണ് ഒരു രാഷ്ട്രീയ പരസ്യത്തിൽ വേഷമിടാനുള്ള അവസരം ലഭിച്ചത്. കരിയർ തുടങ്ങും മുമ്പ് തന്നെ അവസാനിക്കുന്ന അവസ്ഥയാകുമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നുവെന്നും റോഷൻ പോസ്റ്റിൽ കുറിച്ചു. ഇതിനകം 8 ലക്ഷത്തിലേറെ പേർ വായിച്ച പോസ്റ്റ് 1000-ലേറെ പേർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. 1000-ലേറെ പേർ പോസ്റ്റിന് താഴെ കമൻറ്റുമായും രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ റോഷൻ്റെ അവകാശവാദം സ്ഥിരീകരിക്കാനായിട്ടില്ല. പരസ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മോദിയുടെ കുടുംബം ആയതിനാൽ എല്ലാ ഇന്ത്യക്കാരുടെയും സുരക്ഷ ഉറപ്പാണ് എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ പങ്കുവച്ചിട്ടുള്ളത്. സ്പഷ്ടമായി പറയുന്നില്ലെങ്കിലും യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പരസ്യം തയ്യാറാക്കിയതെന്ന് വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ഒരു വിദേശ രാജ്യത്ത് കുടുങ്ങിയ മക്കളെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ കാത്തിരിക്കുന്ന മാതാപിതാക്കളുടെ രംഗമാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇക്കൂട്ടത്തിലാണ് ഒരു വിദ്യാർത്ഥിയായി പ്രിയങ്കയും എത്തുന്നത്. വിമാനത്താവളത്തിൽ സ്വീകരിക്കാനെത്തിയ മാതാപിതാക്കളോട് പെൺകുട്ടി പറയുന്നത് ഇങ്ങനെയാണ്: എന്ത് സംഭവിച്ചാലും മോദി ഞങ്ങളെ നാട്ടിലെത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ അച്ഛാ. മോദി യുദ്ധം നിർത്തിച്ചാണ് ഞങ്ങളുടെ ബസ്സിനെ രക്ഷിച്ചത്. ഈ ഡയലോഗാണ് വൻ പരിഹാസങ്ങൾക്കും ട്രോളിനും ഇടയാക്കിയത്. യുക്രൈനിൽ ഇപ്പോഴും റഷ്യൻ ആക്രമണവും യുദ്ധക്കെടുതിയും മുടക്കമില്ലാതെ തുടരുമ്പോഴാണ് മോദി ഇടപെട്ട് യുദ്ധം അവസാനിപ്പിച്ചെന്ന് പരസ്യത്തിൽ അവകാശവാദമുള്ളത്. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയും ഇതേ അവകാശവാദം നടത്തിയിരുന്നു. എന്നാൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തള്ളിക്കളഞ്ഞ കാര്യമാണ് ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കിനു വേണ്ടി ഉപയോഗിക്കുന്നത് വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. മണിപ്പൂരിൽ അക്രമം തടയാനാവാത്ത മോദിയാണ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതെന്ന പരിഹാസവും ഉയരുന്നുണ്ട്. ഈ വിഷയങ്ങളെല്ലാം ഉയർത്തി മോദി വീഡിയോയെ പൊളിച്ചെടുക്കുന്ന പെൺകുട്ടിയുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പ്രൊപ്പഗണ്ട പാപ്പയാണ് തകർന്നടിയുന്നതെന്ന് പറഞ്ഞ് വീഡിയോ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്.